ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ടീസർ കാര്യങ്ങൾ, ട്രെയിലർ ഒക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ലാസ്റ്റ് ഞാൻ ആടുജീവിതത്തിൻ്റെ ട്രെയിലറാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നത്. റിവ്യൂ എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം നടികർ എന്ന സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നടികർ തിലകം എന്നായിരുന്നു ആദ്യത്തെ സിനിമയുടെ പേര്, അത് മാറ്റി നടികർ എന്നാക്കിയിട്ടുണ്ട്. ജീൻ പോളാണ് ഡയറക്ഷൻ, ടൊവിനോ ആണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. മൈത്രി പുതിയ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇതും സിനിമയെ പറ്റി പറഞ്ഞ സിനിമയെന്ന് തോന്നുന്നു. ഹണി ബി ഹാം ടോണി ഡ്രൈവിന് ജൂനിയർ ലാൽ. ഓ, നമ്മുടെ ധ്യാനം ഉണ്ടല്ലോ. രഞ്ജിത്ത് സൗബിൻ. ആയ് മച്ചാ, പൊളി, നമ്മളെ ചെക്കനുണ്ട്. 3rd മെയ് നടികൾ പാൻ ഇന്ത്യൻ ആയിട്ടാണ്. കണ്ടിട്ട് എനിക്കൊരു തല്ലുമാല ഫീലിംഗ് ആട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തല്ലുമാല സിനിമയിൽ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് പടം. ഐ മീൻ ഒരു അടി ഇടി വെടി പോക്ക പരിപാടി. വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, രഞ്ജിത്ത്, അതുപോലെ സൗബിൻ, പിന്നെ നമ്മുടെ ചന്തു, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കിഡിലിന് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എന്താവുന്നൊരു പിടിയില്ല. ഒരു സിനിമയെ പറ്റി പറയുന്ന സിനിമ, ഐ മീൻ സൂപ്പർ സ്റ്റാർ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പേര് ഞാൻ നേരത്തെ പറഞ്ഞു നടികർ തിലകം എന്നായിരുന്നു. പിന്നെ നമ്മളറിയാം നടികർ തിലകമായിരുന്നു ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു നെയിം. പിന്നെ അവരത് ഒഴിവാക്കി തിലകം എന്നുള്ള ഒരു കട്ട് ചെയ്തിട്ട് നടികർ എന്നാക്കി. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഒഫീഷ്യൽ അതിൻ്റെ ലോഞ്ച് ടൈമാണെന്ന് തോന്നുന്നു. ടൈറ്റിൽ ലോഞ്ചിൻ്റെ ടൈമിലോ അങ്ങനത്തെ ടൈമിലായിരുന്നു അത് ചേഞ്ച് ചെയ്തത് പടത്തിൻ്റെ ടൈറ്റിൽ. പിന്നെ അങ്ങനെ ടൊവിനോടെ എനിക്ക് തോന്നുന്നു തല്ലുമാല കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ സിനിമ നമ്മുടെ ആദർശജാലങ്ങൾ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പടം എന്ന് പറയാനുള്ളത് ലാസ്റ്റ് ഇറങ്ങി അന്വേഷിപ്പും കണ്ടെത്തും. അത് എല്ലാം എനിക്ക് അന്വേഷിപ്പും കണ്ടെത്തും ഞാൻ കണ്ടു. അടിപൊളി പടമായിരുന്നു, കിടിലൻ പടം. നമ്മുടെ ആദർശജാലങ്ങളും ഞാൻ കണ്ടു. അതൊരു ഐ മീൻ പക്ക ഒരു അവാർഡ് പടമായിരുന്നു. നല്ല സിനിമയാണ്, കിടിലൻ സിനിമയാണ്. നന്നായിട്ട് തന്നെ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടൊരു പടമാണ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഒരു കിടിലൻ പടമായിട്ടാണ് പുള്ളി മെയിൽ, നമ്മൾ ഇനിയിപ്പോൾ അധികം ഇല്ല, ഒരു മാസം തികച്ചില്ല, അങ്ങനെ ഒരു കിടിലൻ പടമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്കറിയാം നിവിൻ പോളിയുടെ ഒരു പടം, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ആ ഒരു പടം. പിന്നെ നമുക്ക് ടർബോ, ആ ഒരു പടം വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജൂണിലോട്ടോ മറ്റോ മാറ്റിയതായിട്ട് കേൾക്കുന്നുണ്ട്. ജൂൺ 13 മറ്റോ മാറ്റിയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസവും കിടിലൻ പടങ്ങൾ ആയിട്ട് തന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത മറ്റന്നാൾ നമ്മുടെ 3 സിനിമകൾ ഒരുമിച്ച് റിലീസാണ് വർഷങ്ങൾക്ക് ശേഷം. ജയ് ഗണേഷ് ആൻഡ് ആവേശം. ഇതിപ്പോൾ 2 ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കാണും. ഫസ്റ്റ് എന്തായാലും ഒരെണ്ണം കൂടി നമുക്ക് അറിയാം, ഈ വീക്കെൻഡോട് കൂടി കണ്ടിട്ട് ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എന്തായാലും ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ടീസർ കണ്ടുകൊണ്ടായില്ല. കാര്യം പക്ക എന്തൊക്കെയോ പ്രശ്നങ്ങളും സിനിമയെ പറ്റി സംബന്ധിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ. എന്തായാലും ഒരു കിടിലൻ. നമുക്ക് ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഡീകോഡിങ് കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് ചെയ്യുന്നില്ല. കാരണം അതിന് മാത്രം ആയിട്ടില്ല. അതിന് ട്രെയിലറൊക്കെ വരട്ടെ, നമുക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഡീകോഡൊക്കെ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.